സ്ക്രാച്ച് ചെയ്ത ഫയലുകൾ നമ്മൾ സാധാരണ സേവ് ചെയ്യാറ്. ഫയൽ സേവ് ആസ് കൊടുക്കുന്നു. ദെൻ ഡെസ്ക്ടോപ്പിനകത്ത് നമുക്കൊരു പേര് കൊടുത്ത് സേവ് ചെയ്യാം. അപ്പോൾ ഞാൻ apple.sb3 എന്ന പേരിൽ സേവ് ചെയ്തു. ഓക്കെ, ഈ ഫയൽ നമുക്ക് ലാപ്ടോപ്പിൽ മാത്രമാണ് ഓപ്പൺ ചെയ്യാൻ പറ്റുക. ലാപ്ടോപ്പിൽ സ്ക്രാച്ച് 3 അല്ലെങ്കിൽ ടർബോ വാർഫ് ഉള്ള സിസ്റ്റത്തിൽ നമുക്കിത് ഓപ്പൺ ചെയ്യാം. പക്ഷെ നമുക്കൊരു HTML ആക്കി കഴിഞ്ഞാൽ നമുക്ക് മറ്റ് ഫോണിലും ലാപ്ടോപ്പിലൊക്കെ ഓപ്പൺ ചെയ്യാൻ പറ്റും, ബ്രൗസറുകളിൽ ഓപ്പൺ ചെയ്യാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണ് നോക്കാം. അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ഫയൽ പോയി പാക്കേജ് പ്രോജക്റ്റ് സെലക്ട് ചെയ്യുക. അപ്പോൾ ഇത് പാക്കേജ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ഡീറ്റെയിൽസ് ചോദിക്കുകയാണ്. അപ്പോൾ സെലക്ട് പ്രോജക്റ്റ് ഫയൽ നെയിം ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചൂസ് ഫയൽ സെലക്ട് ചെയ്യുന്നു. നമ്മൾ നേരത്തെ സേവ് ചെയ്തത് apple.sb3 എന്ന പേരിലാണ്. ആ ഫയൽ സെലക്ട് ചെയ്ത് സെലക്ട് കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ apple.sb3 സെലക്ട് ആയിട്ടുണ്ട്. ഇനി ചില സെറ്റിങ്സുകൾ നമ്മൾ നൽകിയാൽ മതിയായിരിക്കും. ഇവിടെ നമുക്ക് സ്ക്രീനിൻ്റെ സൈസ് സെറ്റ് ചെയ്യാം. അപ്പം ഞാനിവിടെ 480 360 സൈസിലാണ് എടുത്തത്. നമുക്ക് വൈഡ് സ്ക്രീൻ വേണമെങ്കിൽ 1280 720 എന്ന അളവ് കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ താഴെ വരുമ്പോൾ ഈ ആപ്ലിക്കേഷൻ ഓണായി വരുമ്പോൾ ആ പേജിൽ ഏതെങ്കിലും ഐക്കൺ കാണണമെങ്കിൽ അല്ലെങ്കിൽ അത് ലോഡ് ചെയ്ത് വരുന്ന സമയത്ത് ചിത്രം വരണമെങ്കിൽ അതിവിടെ കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ സെലക്ട് ഓർ ഡ്രോപ്പ് ഫയൽ എന്ന് ക്ലിക്ക് ചെയ്ത് ഡെസ്ക്ടോപ്പിനകത്ത് ഞാനൊരു ചിത്രം തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. സ്ക്രാച്ച് 3 ലോഗോ എന്ന പേരിൽ ചെറിയ ചിത്രമാണ്, അതൊന്ന് കൊടുത്തു. ദെൻ ഇതിൻ്റെ സ്റ്റാറ്റസ് പ്രോഗ്രസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും കൊടുക്കണമെങ്കിൽ, എന്തെങ്കിലും ഫയൽസോ ഇമേജസോ കൊടുക്കണമെങ്കിൽ അത് കൊടുക്കാം. അതും ഞാനിവിടെ സെലക്ട് ചെയ്തിട്ട് സെയിം ചിത്രം കൊടുക്കുകയാണ്. നിങ്ങൾക്ക് ഡിഫറൻ്റ് ആയ ചിത്രങ്ങളൊക്കെ കൊടുക്കാം കേട്ടോ. ആപ്ലിക്കേഷനെ മാച്ചിങ് ആവുന്ന ചിത്രങ്ങളൊക്കെ കൊടുക്കാവുന്നതാണ്. ഇനി ഈ കൺട്രോളുകൾ നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. ഇത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എവിടെ ക്ലിക്ക് ചെയ്തിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ഗ്രീൻ ഫ്ലാഗ് കാണണോ, ഗ്രീൻ ഫ്ലാഗ് കാണേണ്ടാത്ത അവസ്ഥകൾ, അത്തരം സെറ്റിങ്സ് നൽകണമെങ്കിൽ ഇവിടെ നൽകാം. ഫുൾ സ്ക്രീനിൽ കാണണമെങ്കിൽ ഷോ ഫുൾ സ്ക്രീൻ ബട്ടൺ ഇൻ കൺട്രോൾ അത് കൊടുത്താൽ നമുക്ക് ഫുൾ സ്ക്രീൻ ബട്ടൺ വരും. അതുപോലെ തന്നെ ഷോ പോസ് ബട്ടൺ, ഇതൊക്കെ ആവശ്യമുണ്ടെങ്കിൽ മാത്രം നൽകുക. ദെൻ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളറൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാം. ഇഷ്ടമുള്ള ബാക്ക്ഗ്രൗണ്ട് കളർ, ഇപ്പോൾ വൈറ്റ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിറം ബാക്ക്ഗ്രൗണ്ടൊക്കെ ആയിട്ട് സെറ്റ് ചെയ്യാം. ദെൻ താഴേക്ക് വന്നു കഴിഞ്ഞാൽ മറ്റ് കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും ഞാൻ അവിടെ നൽകുന്നില്ല. ഇത്രയും ചെയ്ത് കഴിഞ്ഞ ശേഷം ജസ്റ്റ് പാക്കേജ് എന്ന് ക്ലിക്ക് ചെയ്യാം. പാക്കേജ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർ സേവ് ചെയ്യേണ്ട ഫയലിൻ്റെ പേര് ചോദിക്കും. അപ്പോൾ നമ്മളിവിടെ ആപ്പിൾ എന്ന പേരിനാണ് കൊടുക്കുന്നത്, .html. ദെൻ സേവ് ചെയ്യാം. ഇപ്പോൾ ഇതിനൊരു ഫയൽ നെയിം കൊടുത്തു കഴിഞ്ഞു. ഇതൊന്ന് ഡൗൺലോഡ് ചെയ്യാം. ഡൗൺലോഡ് apple.html എന്നൊരു ഫയലാണ്. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നമുക്കത് നമ്മുടെ ഡെസ്ക്ടോപ്പിൽ തന്നെ ഡൗൺലോഡ് ചെയ്യുകയാണ്. ഞാൻ ഡെസ്ക്ടോപ്പിൽ apple.html എന്ന പേരിൽ സേവ് ചെയ്യുന്നു. ഇത് ഡൗൺലോഡ് ആയിട്ടുണ്ടാവും, നമുക്ക് നോക്കാം. ഓക്കെ, പിന്നെ ഡെസ്ക്ടോപ്പിൽ apple.html എന്ന പേരിൽ ഈ ഫയൽ ഡൗൺലോഡ് ആയിട്ടുണ്ട്. ഞാൻ ഈ ഫയൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ വിത്ത് അതർ ആപ്ലിക്കേഷൻ എടുത്ത് എനിക്ക് എൻ്റെ ബ്രൗസറുകളിൽ, ഇപ്പോൾ നിങ്ങൾക്ക് ക്രോമിലോ ഫയർഫോക്സിലോ ഒക്കെ ഓപ്പൺ ചെയ്യാം. ഞാൻ എൻ്റെ ക്രോമിൽ നിന്ന് ഓപ്പൺ ചെയ്യാണ്. ഗൂഗിൾ ക്രോം സെലക്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ അത് ലോഡ് ചെയ്ത് വരുമ്പോൾ നിങ്ങൾ ഐക്കണൊക്കെ കണ്ടതായിരിക്കും. കണ്ടോ, നമ്മൾ ഫ്ലാഗ് കൊടുത്തിട്ടുണ്ടായിരുന്നു ലോഡ് ചെയ്ത് വരുന്ന സമയത്ത് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഫ്ലാഗിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ആയിട്ടുണ്ട്. ഇപ്പോൾ ഒരു ബ്രൗസറിലാണ്, ഇപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഫോണിലും വർക്ക് ആവും. ഓക്കെ, ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കുകയാണ്. ആപ്പിൾ ക്ലിക്ക് ചെയ്തപ്പോൾ ആപ്പിൾ എന്ന് സൗണ്ടും വന്നിട്ടുണ്ട്, അവിടെ പേരും 2 സെക്കൻഡ് എഴുതി വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾക്ക് ഇൻട്രാക്റ്റീവുകൾ തയ്യാറാക്കിയിട്ട് നിങ്ങളുടെ ലാപ്ടോപ്പിൽ ചെയ്ത ഇൻട്രാക്റ്റീവുകൾ നമുക്ക് HTML ആയി സേവ് ചെയ്ത് നമുക്ക് ഫോണിലും മറ്റും വർക്ക് ചെയ്യുന്ന രീതിയിലേക്ക് മാറ്റാൻ സാധിക്കും. ഓക്കെ, താങ്ക് യു.